എൻ്റെ വീട്ടിലൊരു ശകലം പണിയുണ്ടായിരുന്നു, ഈ സിമെൻറ്റിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു തമിഴൻ വന്നപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു പണിയൊക്കെ നല്ലപോലെ ചെയ്യും. എൻ്റെ സിമെൻറ്റ് കാണിച്ചു കൊടുത്തു, മണലൊക്കെ കാണിച്ചു കൊടുത്തു. ഇയാളിത് കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുള്ളിക്കാരനൊരു സ്വഭാവം ഉള്ളത്, ഇത്തിരി മദ്യം കിട്ടിയാൽ ഇത് ഈ വരാല് വെള്ളം എടുക്കുന്ന മാതിരി കയറി ഇറങ്ങി കുടിയാ. അന്നേരം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശകലം ഈ തമിഴന് കൊടുത്തു. ഈ തമിഴനത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തമിഴൻ്റെ വിഴുതം മാറി. പിന്നെ മമ്മട്ടിയൊക്കെ എടുത്ത് വിട്ടത് പിന്നെ അത് ഇങ്ങനെയൊക്കെ വെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നാക്കൊക്കെ കുഴഞ്ഞു പോയി. അവിടെ ചേട്ടാ ഷിമണ്ടി ഇവിടെ ക്ഷേച്ച് ചേട്ടൻ്റെ എവിടെയാ തേക്കണ്ടേ? അവിടെ പുള്ളിക്കാരെ എൻ്റെ നെഞ്ചത്തോട്ട് തേക്കടാ, ഞാനല്ലേ ഈ കുരുത്തക്കടൊക്കെ കാണിച്ചത്, നീ എൻ്റെ നെഞ്ചത്തോട്ട് തേക്കും. അപ്പം ഞാൻ പറഞ്ഞു വല്ല ആവശ്യമുണ്ടോ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ മേടിക്കാനായിട്ട്? ചേച്ചി എന്നെ പട്ടി എന്ന് പറഞ്ഞില്ലേ ചേട്ടാ, ചേട്ടൻ്റെ സംസാരം ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞു അതിന് ചേട്ടൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ചേട്ടന് മനസ്സിലായി സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യയാണെന്നർത്ഥം. ഉടനെ ഞാൻ പറഞ്ഞു ഇറങ്ങടാ വെളിയിൽ. അവ പറഞ്ഞു കാസുതാ. ഉടനെ കാശ് അയാളും കൊണ്ടുപോയി വീട്ടിലെ പണി മുഴുവനും എൻ്റെ കെട്ടിയവനും എടുക്കുകയും ചെയ്തു. പിന്നെ എനിക്കൊരു മോഹം വന്നത് സ്വയം തൊഴിലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് കാശ് ഒപ്പിച്ചിട്ട് തമിഴ്നാട്ടിൽ പോയി കുറച്ച് പട്ടുപാവടയുടെ തുണി കൊണ്ടുവന്നു. അപ്പോൾ ഈ സീസണിൽ ഞങ്ങൾക്ക് ഈ പട്ടുപാവടയുടെ ഒക്കെ പരിപാടി ഉണ്ടാവും. അതിന് തുണി എടുത്തുകൊണ്ട് വന്നാൽ അപ്പോൾ തയ്യക്കാരെ കിട്ടണം. തയ്യക്കാരില്ല, എന്ത് ചെയ്യും? അപ്പം നോക്കിയപ്പോൾ ദണ്ടറ ഒരു തമിഴൻ, അയാൾ നല്ല തയ്യക്കാരനാണെന്ന് പറഞ്ഞു. അയാൾ വന്നു കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു നീ തയ്ക്കോ? ഞാൻ പയ്യെ തയ്ക്കും ചേച്ചി, പയ്യെ തയ്ക്കും. നീ പയ്യെ തയ്ച്ചാൽ മതി, നീ ധൃതി പിടിച്ചൊന്നും തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ പയ്യെ സാവധാനം നീ തയ്ച്ചാൽ മതി. ചെറിയ ചേച്ചി നീ വെട്ടി തയ്ക്കോ? ഞാൻ വെട്ടി എല്ലാ അളവും തയ്ക്കാം. ഓ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയി വന്നപ്പം ഇത് തയ്ച്ച സാധനങ്ങളെല്ലാം മൂല കൂട്ടിയിട്ടുണ്ട്. പച്ച കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, എല്ലാം ഉണ്ട്. സന്തോഷമായി, അവനെല്ലാം ചെയ്തല്ലോ. ഞാനും കൂടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ സാധനങ്ങൾ ഓരോന്നെടുത്തപ്പോൾ എൻ്റെ സഞ്ചി എല്ലാം വലിയ സഞ്ചികൾ, വലുതും ചെറുതായിട്ടുള്ള സഞ്ചികൾ. അപ്പം ഞാൻ ചോദിച്ചു നീ എന്ത് പണിയായി കാണിച്ചു, നീ എന്നെ കൊല്ല് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയോട് പയ്യെ തയ്ക്കുള്ളെന്ന് പറഞ്ഞു വന്നപ്പോൾ എന്നാ തമിഴിൽ പൈ എന്ന് പറഞ്ഞ സഞ്ചി എന്നർത്ഥം. എനിക്കറിയാൻ പാടില്ല, പൈ എന്ന് തമിഴിൽ പറഞ്ഞാൽ മലയാളത്തിൽ സഞ്ചി എന്നർത്ഥം എനിക്കറിയാൻ പാടില്ല. ഞാൻ പിന്നെ വിചാരിച്ചു എന്ത് ചെയ്യും. തമിഴൻ പറഞ്ഞു ചേച്ചിക്ക് തമിഴ് അറിയാത്തത് എൻ്റെ കുഴപ്പമൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ പയ്യെ തയ്ക്കുള്ളെന്ന്, ഞാൻ കറക്റ്റ് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ, ഞാനെന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു ഒന്നും അല്ലടാ, ഇതെല്ലാം എൻ്റെ കുഴപ്പം തന്നെ, തമിഴ് അറിയാത്തതിൻ്റെ പേരിൽ എൻ്റെ ലൈഫ് പോയെന്ന് തന്നെ ഞാൻ വിചാരിച്ചു.